പരിശോധിച്ചിട്ടാണോ പറഞ്ഞത്? പരിശോധിച്ചിട്ടാണോ പറഞ്ഞത്? ആൾ കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലയോ? പരിശോധിച്ചിട്ടാണോ പറഞ്ഞത്? കള്ളമല്ലേ പറഞ്ഞത്? അല്ല, അത് സംബന്ധിച്ചുള്ള വിവരം കേരളത്തിലെ മന്ത്രിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ വിവരം ഉണ്ടാക്കാനാണ് സംവിധാനം അവിടെ പ്രവർത്തിക്കേണ്ടത്. ആ കുടുങ്ങിയിട്ടില്ല, ശരി, അവനവന്റേതല്ലോ, നാട്ടുകാരുടേതല്ലേ, അതുകൊണ്ട് കുടുങ്ങിയിട്ടില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടൊരു വിവാദം വലിയ തോതിൽ കത്തി നിൽക്കുമ്പോഴാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ ഒരു സംഭവം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടാകുന്നത്. 30 കൊല്ലം പഴക്കമുള്ളൊരു കെട്ടിടം ജീർണാവസ്ഥയിലാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് 2013 ബഹുമാനപ്പെട്ട ചാണ്ടിയുമ്മൻ്റെ അഭിവന്ദ്യ പിതാവ് കേരളം ഭരിക്കുമ്പോഴാണ് ഒരു റിപ്പോർട്ട് ആരോഗ്യവകുപ്പിൽ കിട്ടിയത്. 3 കൊല്ലം പിന്നീട് അധികാരത്തിൽ ഇരുന്നിട്ടും ഉമ്മൻചാണ്ടി സർക്കാർ അതിൽ അനങ്ങിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മെഡിക്കൽ കോളേജിന് അവിടുത്തെ എല്ലാ കെട്ടിടങ്ങളും നവീകരിക്കുന്നതിലേക്ക് പണം എത്തിക്കുക എന്നുള്ളതായിരുന്നു 9 കൊല്ലക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ സർക്കാരിൻ്റെ ദൗത്യം. ആദ്യ പിണറായി സർക്കാർ 200 കോടി രൂപയുടെ വികസനമാണ് അവിടെ നടപ്പാക്കിയത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഏതാണ്ട് 600 കോടിയിൽ താഴെ രൂപയുടെ വികസന പദ്ധതികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഒരു സർജിക്കൽ ബ്ലോക്കിലെ അതിനോട് അനുബന്ധമായി നിർമ്മിക്കപ്പെട്ട പഴയ ഒരു ബാത്റൂം സമുച്ചയമാണ്, ശുചിമുറി സമുച്ചയമാണ് തകർന്നു വീണത്. നമ്മൾ അടച്ചിട്ടിരിക്കുകയായിരുന്നു. കാരണം നിങ്ങൾ കാണാൻ കഴിയും, പണ്ടൊക്കെ നമ്മൾ പല ആശുപത്രികളും നിർമ്മിക്കുന്നത് ഒരു ഫണ്ടിൽ നിന്നൊരു നിർമ്മാണം പൂർത്തിയാക്കും, പിന്നെ അടുത്ത ഫണ്ടിൽ നിന്ന്, അങ്ങനെ ഒരു ടോയ്ലറ്റ് ബ്ലോക്കാണ് ഇത്. പക്ഷേ ഇതിന്റെ ഒരു ജീർണാവസ്ഥ കണ്ട് ഇത് അടച്ചിട്ടിരുന്നതാണ്. അതിലേറ്റവും മുകളിലത്തെ നിലയിൽ 10ാം നമ്പറുള്ള കെട്ടിടമാണെന്ന് തോന്നുന്നു. അതിനോടനുബന്ധിച്ച ബാത്റൂമിലേക്ക് പോയ പാവപ്പെട്ട ഒരു വീട്ടമ്മയാണ് ബിന്ദു. അവരാണ് ദാരുണമായ മരണത്തിൽ പെട്ടുപോയത്. ചാണ്ടിയുമ്മന്റെ അഭിവന്ദ്യ പിതാവ് 2013 ഇതിന്റെ ഫിറ്റ്നസുമായി ബന്ധപ്പെട്ട ഉള്ള പ്രശ്നമുണ്ടായതിനു ശേഷം 3 വർഷം കേരളം ഭരിച്ചു, യാഥാർത്ഥ്യമാണ്. പക്ഷേ 2023 ജൂലൈ 18 അദ്ദേഹം മരിച്ചുപോയി. ഇനി അദ്ദേഹത്തിന് രാജിവെക്കാൻ കഴിയില്ല. കഴിഞ്ഞ 9 വർഷമായിട്ട് ഈ സംസ്ഥാനത്ത് ഒരു സർക്കാർ അധികാരത്തിലുണ്ട്. 3 വർഷം വെറുതെ ഇരുന്നതിനെ കുറ്റം പറയുമ്പോൾ 9 വർഷമായി അധികാരത്തിലെടുത്ത ഒരു സർക്കാർ, അതിന്റെ പിന്നാലെ ഈ കെട്ടിടം ഇടിഞ്ഞു വീണ ഒരു സാധു സ്ത്രീ മരിച്ചു പോയതിന് പിന്നാലെ ഇനി ഉമ്മൻചാണ്ടി കുറ്റം പറയുന്നത് പര്യാപ്തമാണോ? അവിടെ ഒരു മെഡിക്കൽ കോളേജിനകത്ത് 9 കൊല്ലത്തിനിടയിൽ 1-2 പിണറായി സർക്കാരുകൾ 900 കോടി രൂപയുടെ 800 കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ച് നിർമ്മാണം നടക്കുന്നു. അവിടുത്തെ പുതിയ OP ബ്ലോക്ക് കാണാൻ നിങ്ങളുടെ കോട്ടയത്തെ മാതൃക പ്രവർത്തകരോട് ഞാൻ അപേക്ഷിക്കുന്നു. മറ്റ് മെഡിക്കൽ കോളേജുകളിലോ മറ്റ് ആരോഗ്യ സംവിധാനങ്ങളിലോ യാതൊരു തരത്തിലുള്ള മുന്നോട്ട് പോക്കുമില്ല എന്നും അവിടെ ഒന്നും വികസനം വന്നിട്ടില്ല എന്നൊന്നും ഞാൻ ആരോപിക്കുന്നില്ല. ഇതിന്റെ പ്രശ്നം അവിടെ ഫിറ്റ്നസ് ഇല്ലാത്തൊരു കെട്ടിടം 10-12 വർഷമായിട്ട് നിലനിൽക്കുന്നു. അതിൽ ശരി 3 വർഷം കഴിഞ്ഞ സർക്കാരിൻ്റെതാണ്, അതിനുശേഷമുള്ളത് മുഴുവൻ LDF സർക്കാരിൻ്റെതാണ്. അത് അപകടകരമായ അവസ്ഥയിലാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആ കെട്ടിടം പൊളിച്ചു മാറ്റേണ്ടതിന്റെ ഉത്തരവാദിത്തം കഴിഞ്ഞ 9 വർഷമായിട്ടെങ്കിലും സംസ്ഥാന സർക്കാരിലാണ്. ഞാൻ അങ്ങോട്ട് ചോദിച്ച ആദ്യത്തെ ചോദ്യം, ആരോഗ്യമന്ത്രിയുടെ രാജി എന്ന പ്രതിപക്ഷ ആവശ്യത്തോടുള്ള മറുപടി എന്താണ് എന്നാണ്. നമ്മുടെ കേരളത്തിലൊരു ഗവർണർ 2004 സർക്കാർ ആശുപത്രി പോയിട്ട് അണുബാധ വന്ന് ആശുപത്രിയിൽ നിന്ന് ഇൻഫെക്ഷൻ എടുത്ത് മരിച്ച് കേരളത്തിൽ കേട്ടിട്ടുണ്ടോ? ഗവർണർ സർക്കാർ ആശുപത്രിയിലെ വീഴ്ച കൊണ്ട് മരിച്ചിട്ട് മന്ത്രി രാജിവെച്ചോ? UDFന്റെ കാലത്ത് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ രാജിവെക്കുക എന്ന് പറയുന്നത് കേരളത്തിലെ പ്രതിപക്ഷം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ എന്ത് സംഭവം ഉണ്ടായപ്പോഴും എപ്പോഴും രാജിവെച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാരമ്പര്യം കോൺഗ്രസിനുണ്ട്. ആ കോൺഗ്രസുകാർ അത്തരം പാരമ്പര്യം പറഞ്ഞുകൊണ്ടിരിക്കും. കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കെട്ടിടത്തിനുള്ളിൽ, ക്യാമ്പസിനുള്ളിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ലാത്ത ഒരു കെട്ടിടത്തിലേക്ക് ബിന്ദു അതിക്രമിച്ചു കയറിയതല്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ഈ പറയുന്ന ശുചിമുറികൾ ഉണ്ടായിരിക്കാം. പക്ഷെ ആ കെട്ടിടം അപകടാവസ്ഥയിലാണെങ്കിൽ അത് പൊളിച്ചു നീക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ് എന്നുള്ളത് നമ്മളുടെ മുന്നിലുള്ള ചോദ്യമാണ്. പിന്നെ കോൺഗ്രസുകാർ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാൻ, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അതേ രീതി തുടരാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ അധികാരത്തിൽ വന്നത്? നമ്മുടെ കേരളത്തിലെ സർക്കാർ ആശുപത്രികളൊക്കെ അടച്ചുപൂട്ടിയാൽ കേരളം നന്നാകും. സർക്കാർ സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടിയാൽ കേരളം നന്നാകും. ഇവിടുത്തെ പെൻഷൻകാരൊക്കെ ചത്തു മലച്ചു പോയാൽ കേരളം നന്നാകും. കേരളം മാറി മാറിയാണ് ഇത്രയും കാലം ഭരിച്ചിട്ടുള്ളത് മുന്നണികൾ. അപ്പോ കഴിഞ്ഞ 10 വർഷം എന്ന് പറയുന്നത് തൊട്ടുതലേ 5 വർഷവുമായി മാത്രം താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ അതിനു മുമ്പുള്ള VS അച്യുതാനന്ദൻ കാലത്തെ എങ്ങനെ ഈ ഗണത്തിൽപ്പെടുമോ? നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ഭരിച്ചൊരു സംവിധാനമാണിത്. കഴിഞ്ഞ 9 വർഷമായി ഇവിടെ ഒരു സർക്കാർ സ്ഥിരതയോടെ നിൽക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് തൊട്ടുതലേ സർക്കാർ എന്നുള്ള ഒരൊറ്റ കാരണം മാത്രം പറഞ്ഞുകൊണ്ട് പോകാൻ പറ്റും? തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രശ്നമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് UDF സർക്കാരിന്റെ കാലത്തെ തുടർച്ച, കോട്ടയം മെഡിക്കൽ കോളേജിൽ പ്രശ്നമായിട്ടുണ്ടെങ്കിൽ UDF സർക്കാരിന്റെ കാലത്തെ തുടർച്ച, 1ാം പിണറായി സർക്കാരിന്റെ കാലത്ത് മുഴുവൻ ലോക്കപ്പ് പ്രവർത്തനങ്ങളും പിണറായി സർക്കാരിന്റെ ഭൂതാവേശം ഉണ്ടായിരുന്ന സിസ്റ്റത്തിന്റെ പ്രശ്നം. ഈ നിലയ്ക്കാണെങ്കിൽ ഈ 3ാമത്തെ തവണയും നിങ്ങളെ അധികാരത്തിൽ ഒരു ജനത ഏറ്റുകയാണെങ്കിൽ അത് കഴിഞ്ഞാലും പറയുമോ 15 വർഷം മുമ്പ് ഉമ്മൻചാണ്ടിയല്ലേ ഭരിച്ചതെന്ന്? അത് നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ നാരായണത്ത് ഭ്രാന്തന്റെ കഥ കേട്ടിട്ടുണ്ടല്ലോ. രാവിലെ തൊട്ട് കല്ലുരുട്ടി കയറ്റും മുകളിലേക്ക്.
കല്ല് മൂളി ചെല്ലുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എടുത്ത് തള്ളിയിട്ട് താഴേക്കിട്ട് ചിരിക്കും. ഇതുപോലെ ഞങ്ങൾ കേരളത്തിനകത്ത് വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലയിൽ, പൊതു ഇടങ്ങളിലൊക്കെ ഞങ്ങൾ വികസിപ്പിച്ചു കൊണ്ടുവന്ന കേരളത്തെ എങ്ങനെയാണ് UDF തകർത്തത്, പൊതുമേഖല വിറ്റത്? സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള ആരോഗ്യവകുപ്പിന്റെ മേൽനോട്ടത്തിലുള്ള ഒരു കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ് അതിലൊരു സ്ത്രീ അതിനടിയിൽപ്പെട്ട് മരിക്കുമ്പോൾ അതിന് ഉത്തരവാദി ആരാണ് എന്നുള്ളത് ഉമ്മൻചാണ്ടിയോട് ചോദിക്കുക എന്നാണോ പറയുന്നത്? കഴിഞ്ഞ 9 വർഷമായിട്ട് നിങ്ങളല്ലേ ഇവിടെ ഈ ഭരിച്ചതിനെ യൂറോപ്പ് മാരിയാക്കിക്കൊണ്ടിരിക്കുന്നു അവകാശപ്പെടുന്നത്? അപ്പോഴാണ് കയ്യിൽ 8 വർഷമായി, കഴിഞ്ഞ 9 വർഷമായിട്ട് കയ്യിൽ ഒരു റിപ്പോർട്ട് ഇരിക്കുക ഈ കെട്ടിടം വീഴുമെന്ന് പറഞ്ഞിട്ട്. അതും വെച്ചുകൊണ്ടിരുന്നാണ് നിങ്ങൾ അതിലേക്ക് ആളുകളെ കയറ്റിവിടുന്നത്. അത് ഉപയോഗിക്കാൻ പാടില്ലാത്ത കെട്ടിടം എന്നുള്ള റിപ്പോർട്ട് ഉള്ളപ്പോഴാണ് അവിടേക്ക് ആളുകളെ കയറ്റിവിടുന്നത്. മറ്റൊന്നു കൂടിയുണ്ട്, ഇത് പൊളിഞ്ഞു വീണു. അതിനുശേഷം മന്ത്രി എന്താ പറഞ്ഞ്, ജനങ്ങളോട് നുണ പറയുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് മന്ത്രിമാർ ചെയ്തത്, ഈ സർക്കാർ ചെയ്തത്. ഗവൺമെന്റ് ലൈ ടു പീപ്പിൾ. എന്താ അവർ ചെയ്തത്? അവരവിടെ വന്നതിന് ശേഷം പറഞ്ഞു ഈ കെട്ടിടം ഉപയോഗശൂന്യമായ കെട്ടിടമായിരുന്നു, അവിടെ ഉപയോഗമില്ലാത്ത സാധനങ്ങളൊക്കെ ഡംപ് ചെയ്യുന്നൊരു സ്ഥലമായിരുന്നു. ആയിരുന്നില്ല എന്നല്ലേ ഇന്നലെ ആശുപത്രി മേധാവി പറഞ്ഞു. മറ്റൊന്നു കൂടി നോക്കൂ, ഇതിനിടയിൽ ആരും പെട്ടിട്ടില്ല എന്ന് മന്ത്രി പറഞ്ഞു. എന്നിട്ട് ഒരു സ്ത്രീ അതിനുള്ളിൽ കിടന്ന് അവരുടെ ജീവന് വേണ്ടിയിട്ടുള്ള അവസാന ശ്വാസത്തിന്റെ പിടച്ചിലുകൾ നടത്തുമ്പോൾ ആരോഗ്യമന്ത്രി ഇവിടെ നിന്നിട്ട് കേരളത്തിന്റെ കിഫ്ബി വികസനത്തിന്റെ കഥാപ്രസംഗം നടത്തുകയായിരുന്നു. പിന്നെ 2013 കഥ പറയുന്നവർ പഴയൊരു കഥയും കൂടെ അറിയണം. എന്താണ്? അവിടെ അക്കേഷ്യയുടെ പേരിൽ സമരം നടത്തിയ ഒരു പാർട്ടിയുണ്ട്. ഇതേപോലെ അന്ന് ബലക്ഷേമത്തിന്റെ പേരിലായിരിക്കും അവിടെ ഒരു ബിൽഡിംഗ് അപ്പുറത്ത് കെട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് UDF സർക്കാർ തീരുമാനിച്ചപ്പോൾ അവിടെ അക്കേഷ്യ വളരുന്നു, അക്കേഷ്യ നശിപ്പിക്കാൻ പാടില്ല. പണ്ട് സീപ്ലെയിൻ ഇറങ്ങിയപ്പോൾ മീൻ കുഞ്ഞുങ്ങൾ മരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ അവിടെ അക്കേഷ്യയുടെ പേരിൽ സമരം നടത്തി അവിടെ പദ്ധതി തടഞ്ഞത് ആരാണ്? ഈ അപകടക്കണി ഉണ്ടായിട്ടുള്ള ഈ കെട്ടിടം 68 വർഷം പൈതൃകമായി സംരക്ഷിക്കപ്പെടേണ്ട ഒരു കെട്ടിടമാണോ? ഏതെങ്കിലും പുരാവസ്തു വകുപ്പ് അവിടെ നോട്ടീസ് കൊടുത്തിട്ടുണ്ടോ ഈ കെട്ടിടം ഇവിടെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട്? ഇത് അപകടക്കണിയാണെന്ന് ഈ സൂപ്രണ്ടിന് അറിയാമെങ്കിൽ എന്തുകൊണ്ട് ഈ സൂപ്രണ്ട് അവിടുത്തെ വൈദ്യുതി വിച്ഛേദിക്കാനുള്ള ഏർപ്പാട് ചെയ്തു? അവിടെ ലൈറ്റും വെള്ളവും കിട്ടിയത് കൊണ്ടല്ലേ ഈ ബിന്ദുവിനെ പോലുള്ള പാവങ്ങൾ അവിടേക്ക് പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പോയത്. 2 മന്ത്രിമാർ അവിടെ നിന്ന് കഥാപ്രസംഗം നടത്തുമ്പോൾ ബിന്ദു എന്ന് പറയുന്ന ഒരു ജീവൻ മണ്ണിനടിയിൽ കിടന്നിട്ട് ജീവന് വേണ്ടിയിട്ട് എന്നെ രക്ഷിക്കുമെന്നുള്ള അവരുടെ ബോധം മറയുന്നത് വരെ അവർ ആഗ്രഹിച്ചിരിക്കാമെന്നുള്ളതാണ് ഇവിടുത്തെ സത്യം. ഇവിടെ ഒരു വിദ്വാൻ, ആ പരമവിദ്വാൻ പറയുകയാണ്, എന്താ പറയുക, പുരാവസ്തുവാണോ? ആ മാന്യനോട് ഞാൻ പറയുകയാണ്, ഗുരുവായൂരിൽ നിന്ന് വണ്ടിക്കൂലി ഞാൻ കൊടുക്കാം, കോട്ടത്തേക്ക് വാ, നിങ്ങളെ ഞാനൊരു ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ ബ്ലോക്ക് അവിടെ പണിയുന്ന കാണാം, മനുഷ്യ ഒന്ന് വാ, നിങ്ങൾ വരൂ. പത്രത്തിൽ കാണുന്ന എല്ലാം കൂടെ വിളമ്പാൻ വന്നിരിക്കുന്ന യോഗ്യൻ അദ്ദേഹത്തോട് പറയുകയാണ്, താങ്കളുടെ വീട്ടിൽ നിന്ന് എടുത്തിട്ടുള്ള പൈസ കൊണ്ടൊന്നും താങ്കളുടെ വീട്ടിൽ നിന്ന് താങ്കളുടെ വീട്ടിൽ നിന്നുള്ള കാശാണെങ്കിലാണ് എന്നെ കാണിക്കേണ്ടത്. സർക്കാരിന്റെ കാശ് എടുത്തിട്ട് ചെയ്യുന്ന കാര്യത്തിന് എന്താ അത്ര വിളിച്ചു പറയാനുള്ളത്? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കിബി ഉണ്ടോ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആർദ്രം മിഷൻ ഉണ്ടോ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഉണ്ടോ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ദേശീയപാത കൊടുക്കാൻ 6,250 കോടി ഉണ്ടോ? അവിടെ രണ്ടാം LDF സർക്കാരിന്റെ കാലത്ത് കോട്ടയം മെഡിക്കൽ കോളേജിന് കെട്ടിടം സ്ത്രീ മരിക്കുമ്പോൾ ആളുകൾ തുലനം ചെയ്യേണ്ടത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് അതുണ്ടോ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇതുണ്ടോ എന്ന് അങ്ങ് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യത്തിനാണ് എന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അഡ്വക്കേറ്റ് കെ അനിൽകുമാർ എനിക്കൊന്നും പറയാനില്ല, എനിക്ക് ഒന്നും പറയാനില്ല. മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പറക്കണമെന്നാണ് മിസ്റ്റർ അനിൽകുമാറിനെയൊക്കെ ഒരു ചർച്ചയിലേക്ക് ഇരുത്തിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള സമയം മുഴുവൻ നിങ്ങൾ CPM-ന്റെയും ഇടതുമുന്നണിയുടെയും പ്രകടന പത്രിക വായിച്ചിട്ട് ബാക്കിയുള്ളവരുടെ സമയത്ത് സംസാരിക്കുന്നു. നിങ്ങളോട് ഞാൻ ഇടവേള പറഞ്ഞാണ് ഇടവേള പറഞ്ഞല്ലോ. ഞാൻ ചോദിച്ച ഒരു ചോദ്യത്തിന് നിങ്ങൾ ഞാൻ പറഞ്ഞ കട്ട് ചെയ്തു. എന്താ കട്ട് ചെയ്ത് പോയിട്ടെന്ന് വെച്ചാൽ ബിന്ദുവിന്റെ ഭർത്താവ് ഇന്നലെ പറഞ്ഞു ഈ പറയുന്ന തെരച്ചിൽ പ്രവർത്തനത്തിൽ ഒരു താമസവും വന്നില്ല. ബിന്ദുവിന്റെ ഭർത്താവ് ഇന്നലെ പറഞ്ഞ മാതൃഭൂമി ഞാൻ കേട്ടതല്ലേ? ഒരു നിമിഷം, പറഞ്ഞത് കേട്ടു. അഡ്വക്കേറ്റ് അനിൽകുമാർ അങ്ങ് പറഞ്ഞത് കേട്ടു. അങ്ങേക്ക് ആ വാദം ഉന്നയിക്കാനുള്ള അവകാശത്തെ ഞാൻ ബഹുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷെ ആ കുടുംബം ആ വാർത്തയും വിവരവും അറിഞ്ഞത് ഏറെ വൈകിയാണ് എന്നുള്ള വസ്തുത കൂടി ഞാൻ അതിനോട് കൂട്ടിച്ചേർത്ത് വെക്കാൻ ശ്രമിക്കുന്നു. വഴങ്ങണം. അവിടെ പരിശോധന അതിനുള്ള ആളുകൾ കുടുങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് കേരളത്തിലെ മന്ത്രിയാണ്. കുടുങ്ങിയിട്ടുണ്ടെന്ന് പിന്നീട് ബോധ്യപ്പെടുത്തേണ്ടി വന്നു. പരിശോധിച്ചിട്ടാണ് പറഞ്ഞത്.
പരിശോധിച്ചിട്ടാണ് പറഞ്ഞത് ആൾ കുടുങ്ങിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ചിട്ടാണ് പറഞ്ഞത്. കള്ളമല്ലേ പറഞ്ഞത്? അല്ല, അത് സംബന്ധിച്ചുള്ള വിവരം കേരളത്തിലെ മന്ത്രിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ വിവരം ഉണ്ടാക്കാനാണ് സംവിധാനം ഇവിടെ പ്രവർത്തിക്കേണ്ടത്. ആ കുടുങ്ങിയിട്ടില്ല ശരി, അവനവന്റേതല്ലോ, നാട്ടുകാരുടേതല്ലേ, അതുകൊണ്ട് കുടുങ്ങിയിട്ടില്ല. അങ്ങ് പറയുന്നതും അങ്ങ് മറ്റുള്ളവർ കേൾക്കണമെന്ന് വിചാരിക്കുന്നത് മാറ്റി വെക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല ചർച്ച. അഡ്വക്കേറ്റ് കെ. കുമാർ, മറ്റുള്ളവർ കൂടി പറയാനുള്ളതാണ് ചർച്ച.